സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയായ 11 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗ ഉറവിടം സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പരിശോധന തുടരുകയാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, എന്താണ് നിലവിലെ സാഹചര്യം? സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മലപ്പുറം ചെനക്കലങ്ങാടി സ്വദേശിയായ വിദ്യാർത്ഥിനിക്ക് 11 വയസ്സുള്ള വിദ്യാർത്ഥിനിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ കുട്ടി പനി ലക്ഷണങ്ങളോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് നടത്തിയ സ്രവ പരിശോധനയിലാണ് ഈ ഫലം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. മലപ്പുറം കുട്ടി ചെനക്കലങ്ങാടി പ്രദേശത്തെ തോട്ടിലെ വെള്ളമടക്കം ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ആ തോട്ടിലെ വെള്ളത്തിൽ കുട്ടി കുളിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോഴിക്കോട് കായണിലെ ടെറഫിനോട് ചേർന്നുള്ള പൂളിലും കുട്ടി കുളിച്ചു എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അന്നശ്ശേരി സ്വദേശിയായ യുവാവും ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 3 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. എന്തായാലും ഈ രോഗവ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം. അതുമായി ബന്ധപ്പെട്ട് ജലസാമ്പിളുകൾ ശേഖരിക്കുന്നു. അതിന്റെ ഫലം വരേണ്ടതുണ്ട്. താമരശ്ശേരിയിലെ അനയുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ സ്കൂളുകളിലും ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്യാമ്പുകളും മറ്റു ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ല നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മലപ്പുറത്തും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരു ജില്ലകളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ശരി ദിസ്ന.